തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനിടയിൽ വരുന്നുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ എന്ത് നിലപാട് അറിയിക്കും? ഇത് വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. നാളെയാണ് നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കേണ്ടത്. അതിനിടെ CPM സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നു. സ്റ്റെഫിൻ, ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പോലെയാണ് ശബരിമലയിലെ നിലപാട് CPM-നെ സംബന്ധിച്ച്. ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ എന്ത് നിലപാടെടുത്താലും അതിന് ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ? ശ്രീജി, ഏതായാലും തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് ശബരിമല എന്നത്. മറ്റാരേക്കാളും CPM-നും ഇപ്പോൾ ഏതായാലും LDF-നും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടു മാത്രമേ ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയുള്ളൂ. ഇന്ന് ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വളരെയധികം നിർണായകമാണ്. ഈ വിഷയത്തിൽ 14-ന് മുമ്പ് കോടതിയെ ഈ കാര്യങ്ങൾ അറിയിക്കണം. കഴിഞ്ഞ ദിവസം മന്ത്രി P. രാജീവിനോടടക്കം ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നത് 7 ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ചിരിക്കുന്നത് സർക്കാരിനോട്. ആ ചോദ്യങ്ങളിൽ വിശദമായിട്ടുള്ള മറുപടികൾ നൽകും. അതേതാണ്ട് നാളെയോ മറ്റന്നാളോ ആയിട്ട് ആ മറുപടി നൽകും. ഇന്ന് നടക്കുന്ന CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തും. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഘടകകക്ഷികളുമായിട്ട് ഇതുവരെയും ഉഭയകക്ഷി ചർച്ച പരിപൂർണമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മുമായിട്ടൊക്കെ പ്രശ്നം ഇങ്ങനെ പല സീറ്റുകളിലും നിലനിൽക്കുകയാണ്. സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതെല്ലാം ഇന്നത്തെ യോഗത്തിൽ അതെല്ലാം പരിഗണിക്കും. അതിലെല്ലാം വ്യക്തമായൊരു നിലപാട് CPM സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇനി LDF യോഗവും കൂടി ചേരേണ്ടതുണ്ട്. ഇന്ന് എന്ത് നിലപാട് CPM സ്വീകരിച്ചാലും ശബരിമല യുവതീ പ്രവേശവുമായി ഇനി LDF യോഗത്തിലും മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാമാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് G. സുധാകരൻ്റെ പ്രതികരണമാണ്. അക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് സംബന്ധിച്ചും പാർട്ടി ഇന്നൊരു തീരുമാനത്തിലെത്തും. ഐഷ പോറ്റിയൊക്കെ പാർട്ടി വിട്ടുപോയി ഈ പ്രതികരണം നടത്തിയപ്പോൾ നേതാക്കൾ തന്നെ, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വർഗ്ഗവഞ്ചക എന്നുള്ളൊരു രീതിയിലാണ് പ്രതികരിച്ചത്. അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. പക്ഷേ എന്നാൽ G. സുധാകരൻ്റെ കാര്യത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള EP ജയരാജനുമായി ഒക്കെ ഒരു മയത്തിലാണ് ഇന്ന് പ്രതികരിച്ചത്. ഇനി ആ പ്രതികരണം കൂടുതൽ കടുക്കുമോ അല്ലെങ്കിൽ എന്ത് നിലപാട് CPM സ്വീകരിക്കുമെന്നുള്ളതൊക്കെ എടുത്തു കാണണം. നമുക്ക് മന്ത്രി P. രാജീവ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം കാണാം. എല്ലാ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് വ്യക്തത വന്നതിന് ശേഷം മാത്രമേ ശബരിമല റിവ്യൂ ഹർജി കേൾക്കണോ വേണ്ടയോ എന്നതിലേക്ക് അവരെത്തുള്ളൂ. ആ 7 ചോദ്യങ്ങൾ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഭരണഘടനാ വിദഗ്ധരുമായിട്ട് കൂടി ചർച്ച ചെയ്ത് ഒരു വ്യക്തത വരുത്തും. ആ 7 ചോദ്യങ്ങൾ ഞങ്ങൾ വളരെ വിശദമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതിക്ക് മുമ്പ് തന്നെ അവ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി തന്നെ കൊടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്.